السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد. പേജ് നമ്പർ 512 അല്ലേ? ആയത്ത് ഒരു പേജ് കഴിഞ്ഞു. രണ്ടാമത്തെ പേജിൽ ആദ്യത്തെ ആയത്തെടുത്തു അല്ലേ? 11ാമത്തെ ആയത്ത് മുതൽ ഒന്ന് ഓതാം. ആ പേജ് ഒന്നിച്ച്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما. سيقول لك المخلفون من الأعراب شغلتنا أموالنا وأهلنا فاستغفر لنا يقولون بألسنتهم ما ليس في قلوبهم قل فمن يملك لكم من الله شيئا إن أراد بكم ضرا أو أراد بكم نفعا بل كان الله بما تعملون خبيرا. بل ظننتم أن لن ينقلب الرسول والمؤمنين إلى أهليهم أبدا وزين ذلك في قلوبكم وظننتم ظن السوء وكنتم قوما بورا. ومن لم يؤمن بالله ورسوله فإنا أعتدنا للكافرين سعيرا. ولله ملك السماوات والأرض يغفر لمن يشاء ويعذب من يشاء وكان الله غفورا رحيما. سيقول المخلفون إذا انطلقتم إلى مغانم لتأخذوها ذرونا نتبعكم يريدون أن يبدلوا كلام الله قل لن تتبعونا كذلكم قال الله من قبل فسيقولون بل تحسدوننا بل كانوا لا يفقهون إلا قليلا. അപ്പോൾ ഇടക്ക് ഈ ആയത്തുകളുടെ ഇടയിൽ ഈ ജീമ്, സ്വാദ്, ലാമ് ഒക്കെ കാണുന്നത് വെറുതെ ഒന്ന് പറഞ്ഞു കേട്ടോ. ഖുർആൻ പാരായണം നമ്മുടെ ശ്വാസഗതിക്കനുസരിച്ച് നമുക്ക് നിയന്ത്രിച്ച് നിർത്താനും കുറച്ചുകൂടെ അക്ഷരങ്ങളെ തജ്വീദോടുകൂടിയൊക്കെ ഉച്ചരിക്കാനും പറ്റുന്നൊരു സംവിധാനം കൂടിയാണ്. ആ ജീമ് കാണുന്നിടത്ത് വഖഫ് ജായിസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ഒന്ന് നിർത്താം. അപ്പം അതുവരെ ഇപ്പോൾ ആദ്യത്തെ വരി നോക്കാണി, ആദ്യത്തെ വരി ഒന്ന് ഉഷാറാക്കി ഓതി അവിടെ നിർത്താം എന്നതിൻ്റെ അർത്ഥം. ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊന അല്ലാഹ യദുല്ലാഹി ഫൗഖ ഐദീഹിം. ഒന്ന് ശ്വാസം പൊട്ടിട്ട് അടുത്ത വരി തുടങ്ങിയാൽ മതി എന്നതിൻ്റെ അർത്ഥം. അതാണ് ഈ പറഞ്ഞത്. ഇനി അടുത്ത വരിയിലൊരു സ്വാദ് ലാമുണ്ട്. അടുത്ത വരി നോക്കിക്കോളി. രണ്ടാമത്തെ വരി സ്വാദ് ലാം എന്ന് പറഞ്ഞാൽ വസുല് എന്നർത്ഥം. സ്വിൽ നിർത്താതെ ഓതുന്നതാണ് നല്ലത്. പക്ഷെ നിർത്തിയാൽ പിന്നീട് മുമ്പിൽ നിന്ന് തുടങ്ങേണ്ടതില്ല. അവിടെ ഞാൻ പറഞ്ഞുതരാം. ചിഹ്നങ്ങളായത് നോക്കിക്കോളി. അപ്പം അതൊന്ന് ഒന്നുകൂടെ നമുക്കൊന്ന് കൃത്യമാക്കാനാണ്.
സ്വാദ് ലാമ് വസുൽ സുൽ എന്നൊക്കെയാണ് അത് പറയാം. ചേർത്ത് ഓതലാണ് ഗുണം. നിർത്തുന്നത് ഗുണകര നല്ലതല്ല. എന്നാൽ അവിടെ നിർത്താം. നിർത്തിയാൽ മുമ്പിലെ പദത്തിൽ നിന്ന് തുടങ്ങേണ്ടതില്ല. ഇപ്പം എന്താക്കാം? ഫമൻ നകദ ഫഇന്നമാ യൻകുദു അലാ നഫ്സി. ഒന്നുകൂടെ ശ്വാസം വിടാം. മാത്രമല്ല ഫമൻ നകസ എന്ന നൂനിനെ ഒന്ന് മണിച്ചുച്ചരിക്കാം. ഫഇന്നമാ എന്നതിലെ നൂനിനെയും ഒന്ന് മണിച്ചുച്ചരിക്കാം. യൻകുസു എന്നതിനെ ആ നൂനിനെ ഒന്ന് ഇദ്ഗാം ചെയ്യുക, ഒന്ന് ലയിപ്പിക്കുക എന്നതിന് പറയാം. ഇതിനൊക്കെ സമയം കിട്ടും അല്ലേ? ഫമൻ നകദ ഫഇന്നമാ യൻകുദു അലാ നഫ്സി. അങ്ങനെ ഓടിപ്പോകാം. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇത് രണ്ടുമല്ലാത്ത ചിഹ്നങ്ങളൊന്നുമില്ലാത്തിടത്ത് നിർത്തിയാൽ ഒന്നോ രണ്ടോ പദങ്ങൾ മുമ്പിൽ നിന്ന് ഓതി തുടങ്ങണം. എങ്ങനെ? രണ്ടാമത്തെ ആയത്ത് നോക്കിക്കോളി. സയഖൂലു ലകൽ മുഖല്ലഫൂന മിനൽ അഅറാബി ശഗലത്നാ അംവാലുനാ. അവിടെ നമുക്ക് ശ്വാസം മുട്ടി, നമ്മൾ നിർത്തി. അപ്പോൾ വഅഹ്ലൂന എന്നല്ല ഓതേണ്ടത്. ശഗലത്നാ അംവാലുനാ വഅഹ്ലൂനാ ഫസ്തഗ്ഫിർ ലനാ എന്നൊന്ന് ചേർത്ത് വായിക്കണം. അതിന് അല്ലാതെ നിർത്തിയിട്ട് തുടങ്ങുന്നതിന് വഖഫ് ഖബീഹ് എന്നാ പറയുക, മോശപ്പെട്ട സമ്പ്രദായം എന്നർത്ഥം. അപ്പോൾ ചിഹ്നങ്ങൾ കാണുന്നിടത്തൊന്ന് നിർത്തിപ്പോകുന്നതും ചിഹ്നങ്ങളില്ലാത്തിടത്ത് നിർത്തിയാൽ ഒന്നോ രണ്ടോ പദങ്ങൾ മുമ്പിൽ നിന്ന് ഓതിപ്പോരുന്നതുമാണ് അതിൻ്റെ തജ്വീദിൻ്റെ, അതിൻ്റെ അദബ്. ഖുർആൻ പാരായണത്തിൻ്റെ നിയമം എന്നല്ല, അതിൻ്റെ അദബ് അതാണ്. അതങ്ങനെ പോകണം. വഖഫ് ജായിസ്, വഖഫ് ഖബീഹ്, വഖഫ് താമ് എന്നിങ്ങനെ 3 വഖഫുകളാണ് ഉണ്ടാവുക. ഈ വഖഫ് ജായിസ് എന്ന് പറയുന്നതിനെ നമുക്ക് കോമ എന്ന് പറയാം. അതൊരു കോമ, നമ്മൾ മലയാളം എഴുതുമ്പോൾ ഒരു കോമട്ട് വായിക്കലുണ്ടല്ലോ, കൂട്ടി വായിക്കാം, പക്ഷെ അതോടെ നിർത്തലായിരിക്കും ആശയ വ്യക്തതയ്ക്ക് നല്ലത്. അപ്പം ഇതൊന്ന് ശ്രദ്ധിക്കണം. മറ്റേ വട്ടപ്പൂജ നമുക്കറിയാം, വഖഫ് താമ് ഫുൾ സ്റ്റോപ്പ് എന്നതിൻ്റെ അർത്ഥം. അവിടെ നിർത്തണം. അവിടെ നിർത്തിയിട്ടില്ലെങ്കിൽ ആ നിർത്തുന്ന അക്ഷരത്തിന് എന്താണോ ഹർക്കത്തുള്ളത് അത് അങ്ങനെ തന്നെ ഓതണം. അതുപോലെ ഇപ്പോൾ 10ാമത്തെ ആയത്തിൻ്റെ അവസാനം ഫസനുഅ്തീഹി അജ്റൻ അളീമാ എന്നാണ് വഖഫ് ചെയ്യേണ്ടത്. എന്നാൽ അത് വഖഫ് ചെയ്യാതെ നിർത്താതെ ഓതുകയാണെങ്കിൽ ഫസനുഅ്തീഹി അജ്റൻ അളീമാ സയഖൂലു ലകൽ മുഖല്ലഫൂന പറ്റൂല. എന്താ പറ്റുക? ഫസയുഅ്തീഹി അജ്റൻ അളീമൻ സയഖൂലു ലക എന്ന് അളീമൻ എന്ന് തന്നെ ഓതണം. കൂടിയിട്ടുണ്ടല്ലോ. വഖഫ് താമിൽ നിർത്തണം. നിർത്താതെ പോകുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഈ മാലികി യൗമിദ്ദീനി ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയാം. അർറഹ്മാനിർ റഹീമി മാലികി യൗമിദ്ദീൻ എന്ന് പറയാം. അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്ന് പറയാൻ പറ്റൂല. പെട്ടെന്നാവുമല്ലോ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം പറ്റൂല. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്നാണ് ഓതേണ്ടത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് സുരക്ഷിതം വഖഫ് താമിൽ നിർത്തലാണ് നല്ലത്. ഏതുപോലെ അൽക്കാരിയ മൽക്കാരിയ വമാദിറാക മൽക്കാരിയ ഓതാൻ പറ്റുമോ? പറ്റൂല. അൽക്കാരിയഅ്തു മൽക്കാരിയഅ്തു വമാദിറാക മൽക്കാരിയ എന്നാ ഓതുക. അല്ലെങ്കിലോ അൽക്കാരിയ മൽക്കാരിയ വമാദിറാക മൽക്കാരിയ. വലാദിയാത്തി ലവ്ഹം വൽമൂരിയാത്തി ഖദ്ഹം വൽമുഗീറാത്തി സുബ്ഹ എന്നോതാം. വലാദിയാത്തി ലവ്ഹ വൽമൂരിയാത്തി ഖദ്ഹ വൽമുഗീറാത്തി സുബ്ഹ പാടില്ല. ഓക്കെ, അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ഇനി നിങ്ങളോട് പറയാനുള്ള സംഗതി, നമുക്ക് 3 ഞായറാഴ്ചയാണ് നോമ്പിന് മുമ്പ് ഇനി ഈ ക്ലാസ് കിട്ടുക. 3 ഞായറാഴ്ച. ഈ 3 ഞായറാഴ്ച കൊണ്ട് ഈ അധ്യായം തീർക്കാൻ ശ്രമിച്ചാലോ? ഒരു വിശാലമായ വിശദീകരണത്തിൻ്റെ ഒരു മേഖലയിലേക്ക് പോകാതെ ഹുദൈബിയയുമായി ബന്ധപ്പെട്ട ചരിത്രം നമ്മൾ പറഞ്ഞതാണല്ലോ കൃത്യമായിട്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കുറേയേറെ നിയമങ്ങളാണുള്ളത്. അതിൻ്റെ കുറച്ചുകൂടി ചരിത്ര പശ്ചാത്തലവും
അപ്പോൾ അത് ഞാനിങ്ങനെ ആലോചിക്കുന്നത്, അത് നിർത്തിപ്പോയാൽ പിന്നീട് ഒരു മാസം കഴിഞ്ഞാണ് നമുക്ക് തുടങ്ങാൻ കഴിയുക. ഒരു മാസമല്ല, 6 നോമ്പൂടെ കഴിഞ്ഞ് ഒരു 1.5 മാസമാവും. അപ്പോഴത്തേക്ക് നമ്മൾ എവിടെയായിരുന്നോ എന്നത് നിങ്ങൾക്കും ഓർമ്മ ഉണ്ടാവില്ല, അനീഫാക്കാക്കെങ്ങാനും മലയാളം എത്തിച്ച ഓർമ്മ ഉണ്ടാവുന്നല്ലാതെ എഴുതി വെക്കാണ് ഓർമ്മ ഉണ്ടാവും. അപ്പം അങ്ങനെ ആക്കല്ലേ. ശരി, ഇന്നല്ലതീന യുബായഴോനക്ക. മറ്റൊരു അഭിപ്രായം കൂടി പറയാനുള്ളത്, ഒരു മാറ്റം, പദം അർത്ഥം പറഞ്ഞാൽ അതുകൂടി പഠിക്കാമായിരുന്നു എന്നൊരു അപേക്ഷ നമ്മൾ ആരോ ഒരു ഓൺലൈൻ ശ്രോതാവ്, ഒരു സഹോദരിയാണെന്ന് തോന്നുന്നു, അറിയിച്ചിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് പറയുകയും ചെയ്യുന്നു. അപ്പം അങ്ങനെ കൂടെ തുടങ്ങാൻ പോകണം. ഓക്കെ. ഇന്നല്ലതീന യുബായഴോനക്ക, തീർച്ചയായും നബിയെ താങ്കളോട് കരാർ ചെയ്തവർ. ഇന്നമാ, യഥാർത്ഥത്തിൽ യുബായഴോൻ അല്ലാഹ, അവർ അള്ളാഹുവിനോടാണ് ആ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. കാരണം താങ്കളുടെ കൈകൾക്കുമേൽ അവർ കൈവച്ചപ്പോൾ യദുല്ലാഹി, അള്ളാഹുവിൻ്റെ കൈകൾ ഫൗഖ ഐദീഹിം, അവരുടെ കൈകൾക്കും മുകളിലുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്. ഫമൻ നക്കസ, ഇനി ആരെങ്കിലും നക്കസ, മുറിച്ചാൽ, ഖണ്ഡിച്ചാൽ, പിന്തിരിഞ്ഞാൽ, ഫഇന്നമാ യൻകുസു, അവൻ പിന്തിരിയുന്നത്, അവൻ ഖണ്ഡിക്കുന്നത്, വാക്ക് ലംഘിക്കുന്നത്, അലാ നഫ്സിഹി, അവനെതിരെ തന്നെയാണ്. അത് അവനെതിരായി തന്നെയാണ് മാറുക. വമൻ ഔഫ, എന്നാൽ ആരെങ്കിലും പൂർത്തിയാക്കിയാൽ, ബിമാ ആഹദ അലൈഹുല്ലാഹ, അള്ളാഹുവോട് ചെയ്ത അഹദ്, കരാർ ആരെങ്കിലും പൂർത്തിയാക്കിയാൽ, ഫസയുതീഹി, അവന് പിന്നീട് ഒരിക്കൽ അള്ളാഹു നൽകും, അജ്റൻ അലീമാ, മഹത്തായ പ്രതിഫലം. ഇതാണ് നമ്മൾ പറഞ്ഞു വെച്ച ആയത്. ഇനിയാണ് നമുക്ക് പറയാനുണ്ടാവണത്. ഫസയഖൂലു, പിന്നീട് ഒരു പക്ഷേ താങ്കളോട് പറഞ്ഞേക്കാം. എപ്പോൾ? താങ്കൾ ഹുദൈബിയയിൽ നിന്ന് തിരിച്ച് മദീനയിലെത്തിയാൽ അവിടെ അൽ മുഖല്ലഫൂന, താങ്കളോടൊപ്പം ഉംറയ്ക്ക് വരാൻ കൂട്ടാക്കാതെ മുഖല്ലഫുകളായ പിന്മാറി നിന്നിരുന്ന ആളുകൾ താങ്കളോട് താങ്കൾ തിരിച്ചു തന്നാൽ പറയും, മിനൽ അറാബി, ഗ്രാമീണരായ അറാബികളിലെ ഒരു വിഭാഗം ആളുകൾ താങ്കളോടൊപ്പം പോരാൻ കൂട്ടാക്കിയിട്ടില്ല, പേടിച്ചിട്ടാണ്. ഇനി താങ്കൾ തിരിച്ചു ചെന്നാൽ അവരൊരു പക്ഷേ താങ്കളോട് പറഞ്ഞേക്കാം, ശകലത്തിന, ഞങ്ങൾക്ക് പ്രയാസമുണ്ടായിരുന്നു, ഞങ്ങൾക്ക് നമ്മളതിന് പറയാ തിരക്കുണ്ടായിരുന്നു, ഞങ്ങൾക്ക് വളരെയേറെ തിരക്കുകളുണ്ടായിരുന്നു. അംവാലുന, ഞങ്ങളുടെ കുടുംബ മുതലിൻ്റെ കാര്യത്തിലും, വാഹലൂന, ഞങ്ങളുടെ കുടുംബ കാര്യത്തിലും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വരാതിരുന്നത്. ഫസ്തഗ്ഫിർ ലന, അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങ് മാപ്പ് ചോദിച്ച് അള്ളാഹുവോട് പ്രാർത്ഥിക്കണം എന്നൊരു പക്ഷേ അറാബികൾ താങ്കളോട് പറഞ്ഞേക്കാം. ഇതിലെ അറാബികൾ നമ്മളാണോ എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടത്. മതവിഷയങ്ങളിൽ ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടാൻ തീരുമാനിച്ചാൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യത്തിനൊരു തീരുമാനമെടുത്ത് നമ്മളുടെ നേതാവ് ആരായാലും, വീട്ടിൽ ഉപ്പയാവാം, ഉമ്മയാവാം, ഭർത്താവാകാം, സംഘടനാ രംഗത്ത് അവരാവാം, മറ്റേ നേതാക്കന്മാരാവാം, അവർ നമ്മളോട് പടച്ചവൻ്റെ കൂലി കിട്ടുന്ന മതപരമായി ഒരു ഇബാദത്ത്, ഒരു നല്ല കാര്യം, ഒരു ഹസനത്ത് ചെയ്യാൻ അവസരം കിട്ടുന്ന, ഒരു അമലു സ്വാലിഹ് ചെയ്യാൻ അവസരം കിട്ടുന്ന ഒരു വിഷയത്തിലേക്ക് വിളിച്ചാൽ അതിൽ നിന്ന് ദുനിയാ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ച് അതിൻ്റെ പേരിൽ അതിൽ നിന്ന് പിന്മാറി നിന്നാൽ അവരെക്കുറിച്ച് അള്ളാഹ്ക്ക് പറയാനുള്ളത്, യഖൂലൂന, അവർ ആ പറയുന്നത് നബിയെ ഇപ്പം തന്നെ മനസ്സിലാക്കി വെച്ചോളിയും, ബി അൽസിനത്തിഹിം, അവരുടെ നാവ് കൊണ്ട് താങ്കളോട് ആ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, മാ ലൈസ, അതില്ലാത്തതാണ്, ഫീ ഖുലൂബിഹിം, അവരുടെ മനസ്സിൽ അതില്ല. അതായത് അവർ ഇല്ലാത്ത ഒരു കാര്യമാണ് പറയുന്നത്, കളവാണ് എന്ന് പച്ചക്ക് പറയുന്നത് അള്ളാഹു അവൻ്റെ മാന്യത കൊണ്ട് ഒന്ന് വളച്ചു കെട്ടി പറഞ്ഞു എന്ന് മാത്രം. ഞങ്ങൾക്ക് ഇന്നിന്ന കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ പോരാതിരുന്നതെന്ന് പറഞ്ഞത് കളവാണ്, സത്യത്തിൽ അതല്ല. അതുപോലെ നാവുകൊണ്ടാണ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ സ്വഭാവം നമുക്കുണ്ടാവാതിരിക്കാൻ കൂടി വേണ്ടിയാണ് ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പം അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നെ പറയും, ഖുൽ, നബി തങ്ങളെ താങ്കൾ അവരോട് അങ്ങോട്ട് ചോദിക്കണം, ഫമൻ, അല്ല ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഫമൻ, നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ, യംലികു ലക്കും മിനല്ലാഹി,
അള്ളാഹുവിൽ നിന്ന് യഫമൈ യംലിക്കുലക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, അധികാരപ്പെടുന്ന, ഉടമപ്പെടുന്ന ആരെങ്കിലും ചെയ്യാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിത്തരാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? എപ്പോ? ഇൻ അറാദ, അള്ളാഹു നിങ്ങൾ ഉദ്ദേശിച്ചാൽ ബിക്കും, നിങ്ങൾക്ക് ലൊറൻ ഒരാപത്ത് വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ ആപത്തിനെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന ആരെങ്കിലും നിങ്ങൾക്കുണ്ടോ? അത് നമ്മളോടാണ്, മുസ്ലിം ജനസാമാന്യത്തോടാന്ന് പറയാം. ഇത് മക്കയിലെ ചോദ്യം, മദീനയിലെ ചോദ്യം അറാബികളായ വിവരമില്ലാത്തവരെന്ന് നമ്മൾ പറയുന്ന ആളുകളോടാണ്. പക്ഷെ ഇന്ന് മക്കളെ നേടിത്തരാൻ, ആഗ്രഹ സഫലീകരണത്തിന്, രോഗശാന്തിക്ക്, ഉദ്യോഗം കിട്ടാൻ, വിസ നേരാവാൻ, നല്ല ജോലി കിട്ടാൻ, സമ്പത്ത് കിട്ടാൻ, നല്ല വീടുണ്ടാവാൻ, അല്ലേ, നമ്മുടെ വാഹനത്തിൻ്റെയൊക്കെ സ്റ്റിയറിംഗുമേ ഹാൻഡിൽ ബീം കെട്ടിത്തൂക്കുന്ന 50 പൈസ തൊട്ട് വരെയുള്ള മുഴുവൻ സാധനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചോദിക്കണത്. ഫമൻ യംലികു ലക്കും മിനല്ലാഹി ശൈഅൻ ഇൻ അറാദ ബിക്കും ലറ ഔ, അതല്ലെങ്കിൽ അറാദ ബിക്കും, അവൻ നിങ്ങൾക്ക് വേണ്ടി ഉദ്ദേശിച്ചാൽ, തീരുമാനിച്ചാൽ, നഫ്അൻ, ഒരു ഉപകാരം ചെയ്യാൻ അള്ളാഹു തീരുമാനിച്ചാൽ, ഒരു ഗുണം വരുത്താൻ തീരുമാനിച്ചാൽ അതില്ലാതെയാക്കുവാൻ പറ്റിയതോ, അള്ളാഹു വരുത്താൻ തീരുമാനിച്ച ഒരു തിരിച്ചടിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ പറ്റിയവരോ ആയി ആരെങ്കിലും ഉണ്ടോ എന്ന് അവരോട് ചോദിക്കണം. എന്നിട്ട് റബ്ബ് പറഞ്ഞു തരാം. ഇതിൻ്റെ ഉത്തരം എന്താ? ഇല്ലാന്നല്ലേ. ഉണ്ട് എന്നാണെങ്കിൽ അതെന്തായി പോകും? ശിർക്കായി പോകും. നാം മുസ്ലിം ലോകത്ത് കുറെ കാലമായിട്ട് ഇതിൻ്റെ മറുപടി എന്താണെന്നറിയോ? ലി ഖംസതുൻ നുത്ഫിഉ ബിഹി ഹറൽ വബാഇൽ ഫാനിയ അൽ മുസ്തഫ വൽ മുർത്തള വബ്നാഹുമാ വൽ ഫാത്തിമ. ശിയാക്കൾ പാടിയത്. ഞങ്ങൾക്ക് 5 ആളുകളുണ്ട്. ലീ ഖംസത്തുൻ, എനിക്ക് 5 ആളുകളുണ്ട്. ഉത്ഫിഉ ബിഹി ഹറൽ വബാഇൽ ഫാനിയ, സർവനാശകാരിയായി എന്ത് അത്യാപത്ത് വന്നാലും അതിനെയൊക്കെ തല്ലിക്കെടുത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന 5 ആളുകളുണ്ട്. അൽ മുസ്തഫ വൽ മുർത്തള, ഒന്ന് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ രക്ഷപ്പെടുത്തും. വൽ മുർത്തള അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഞങ്ങളെ രക്ഷപ്പെടുത്തും. വബ്നാഹുമാ വൽ ഫാത്തിമ, ഫാത്തിമയും അലിയും അവരുടെ 2 മക്കളും ഞങ്ങളെ രക്ഷപ്പെടുത്താനുണ്ട്. എന്തായി ചോദ്യം? അള്ളാഹ്ക്കറിയാത്തൊരു ചോദ്യം ചോദിച്ചതാണ്. അപ്പം വരെ വിചാരം അത് ഷിയാക്കളല്ലേ എന്നാണ് നിങ്ങൾ ചോദിക്കണമെന്ന് വെച്ചാൽ നമ്മൾ പറയാൻ എന്താണെന്നറിയാം? ഞങ്ങളല്ല, അത് കേരളത്തിൽ ഷിയായിസത്തിൻ്റെ മനസ്സും അഹ്ലുസുന്നത്തിൻ്റെ കുപ്പായവും ഇട്ട, ആട്ടിൻതോലിട്ട ചെന്നായിക്കളുടെ ഇതുമാണ്. അതാരാ? അത് നോക്കിക്കോളി. എന്നെ പിടിച്ചോർക്ക് ഏതും പേടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവൽ എന്നോവർ. അർത്ഥം പറയണ ഞാൻ വേണ്ടല്ലോ. മുഹ്യിദ്ദീൻ ശൈഖിനെ കുറിച്ചിട്ട് പറഞ്ഞതാ. വല്ല നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാതുത്തീരം നൽകും ഞാൻ എന്നോവർ. ഓവറാണെന്നതിൻ്റെ അവസാനത്തിലുണ്ട്. ഈ പറഞ്ഞതൊക്കെ കുറെ ഓവറാണ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കഴിഞ്ഞില്ല. ഇപ്പൊ 4-5 ദിവസം മുമ്പ് എനിക്ക് കിട്ടിയൊരു വീഡിയോയിൽ എന്താണെന്നറിയോ? ഒരു ഉസ്താദിനോട് ഒരാൾ ചോദിക്കാണ്, റിഫായി ഷെയ്ഖ് അള്ളാഹിനോട് തർക്കിച്ചു എന്ന് പറഞ്ഞല്ലോ, റിഫായി ഷെയ്ഖ് ഗർഭത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം മറുപടി എന്താ അറിയോ? എന്താ അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂല എന്ന്? മറിയം ബീവിനോട് അങ്ങനെ ഗർഭത്തിൽ നിന്ന് ഈസാ നബി സംസാരിച്ചിട്ടുണ്ടല്ലോ. മറിയം ബീവിയോട് ഗർഭത്തിൽ നിന്ന് ഈസാ നബി സംസാരിച്ചിട്ടുണ്ട്. ആയത്താണ്ട് ഓതാണ് മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുക തഹ്തക സരിയ്യാ വഹുസി ഇലൈകി ബിജസഇൻ നഖലതി തുസാഖിത് അലൈകി റുതബൻ ജനിയാ.
മറിയം റളിയല്ലാഹു തആല അൻഹയ്ക്ക് പ്രസവവേദന ഇളകിയപ്പോൾ അള്ളാഹു നൽകുന്ന സാന്ത്വനം, അവിടെ അള്ളാഹു ഉപയോഗിച്ചപ്പോൾ ആദാഹാമിൻ തഹ്തിഹാനാം, അവരിരുന്നതിൻ്റെ അടിഭാഗത്തുനിന്ന് ഒരു ശബ്ദം അവർക്ക് കേൾക്കാനിടയായിന. അപ്പം അത് പള്ളൻ്റെ ഉള്ളിൽ നിന്ന് ആക്കിപ്പോയി. ഫനാദാഹാമിൻ തഹ്തിഹാൻ. ഒന്നുകൂടി വായിക്കും. ഖുൽ ഫമൻ യംലികു ലക്കും മിനല്ലാഹി ഫമൻ യംലികു ലക്കും മിനല്ലാഹി ശൈഅൻ ഇൻ അറാദ ബികും ളർറൻ ഔ അറാദ ബികും നഫഅ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ആട്ടും തോയിട്ട് ചെന്നായ ഞാനാണ് ദുനിയാവ് ഭരിക്കണതെന്ന് ഒരു മനുഷ്യനെ കുറിച്ചിട്ട് പറഞ്ഞു കിടക്കണത് നമ്മൾ ജീവിച്ചിരിക്കണ കാലത്താണ് അല്ലേ. ആ മനുഷ്യനാവട്ടെ നിസ്കരിച്ചില്ല, നോമ്പ് പറ്റിയുന്നില്ല എന്ന് അവരുടെ തന്നെ കിതാബുകളിൽ എഴുതിയും വെച്ചിട്ടുണ്ട്. മുദബ്ബിറുൽ ആലം. ഈ ചോദ്യത്തിന്റെ മറുപടി എന്താ? എന്നിട്ടെന്താ അള്ളാഹു വരെ ശിക്ഷിക്കാത്തതെന്നുള്ള മത്തരാണ് അള്ളാഹു പറയുന്നത്. വൽക്കാനല്ലാഹു ഗഫൂറർ റഹീമാ എന്ന അള്ളാഹുദിന് പറയണ മറുപടി. ഇവിടെ അല്ല പറഞ്ഞ വൽഖാൻ അല്ലാഹു ബിമാ തഅമലൂന ഖബീറന. പക്ഷേ അല്ലാഹു ബിമാ തഅമലൂന, ഇവർ ചെയ്യുന്നതെല്ലാം ഖബീറ, സൂക്ഷ്മമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം അവർക്ക് ഉണ്ടാവണം. ആർക്ക്? ഈ അറാബികൾക്ക് ഉണ്ടാവണം എന്നാണ് ഈ ആയത്ത് പറയുന്നത്. പക്ഷെ നമുക്കുണ്ടാവേണ്ടതല്ലേ? ഞാൻ ആലോചിക്കണതാണ്, നമുക്കുണ്ടാവേണ്ടതല്ലേ? ആ ഒരു ചിന്ത ഉണ്ടാവണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സ് ഇങ്ങനെ പറയാം. മദീനയിൽ നിൽക്കുന്ന അറാബികളുടെ മനസ്സ് മക്കയിൽ നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ബൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറയാം, അങ്ങനെയൊന്നും അല്ല നബിയെ. അവരാ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു അതുകൊണ്ടാണ് വരാൻ പറ്റാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊന്നും അല്ല കാര്യം. ബൽ ലനൻതും, അവർ വിചാരിച്ചിരുന്നത്, അല്ലൻ, അല്ലൻ ഒരു നാളും ഉണ്ടാവുകയില്ല, യങ്കലിബ തിരിച്ചു വരില്ല, അർ റസൂല് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വൽ മുഅ്മിനൂന മുഅ്മിനീങ്ങളും ഇലാ അഹ്ലിഹിം സ്വന്തം കുടുംബത്തിലേക്ക് അബദാ, ഈ പുറപ്പെടലോ അവസാനത്തെ പുറക്കാണ്, ഇനി ഒരു നാളും അവർ തിരിച്ചു വരില്ല എന്ന് മദീനയിലെ അറാബികൾ വിചാരിച്ചിരുന്നു. മുഅ്മിനീങ്ങളെ, നമ്മുടെ മനസ്സല്ല വായിക്കുന്ന വായന നോക്കിക്കോളി അല്ലേ. നമ്മുടെ മനസ്സാണ് ഈ വായിക്കുന്നത്. മക്കയിൽ ഹുദൈബിയയിൽ നിന്ന് തിരിച്ചു പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 450 കിലോമീറ്റർ അപ്പുറത്ത് മദീനയിലെ പ്രാന്തപ്രദേശങ്ങളിൽ ജീവിക്കുന്ന അറാബികളുടെ മനസ്സിലുള്ളത് എന്തായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുക. ഇന്നെന്നാച്ചോ അഫലാഴലമീദാ ബുഅ്സിറമാഫിൽ ഖുബൂർ വഹുസില മാഫി സുദൂർ യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖഫി സുദൂർ യൗമ തുബ്ലസ് സറായിർ ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. മറിച്ച് വെക്കാൻ കഴിയുമോ നമുക്ക് അല്ലാഹുവിൻ്റെ അടുത്തുനിന്ന്? എന്തേലും ഒന്ന് എവിടെയെങ്കിലും വെച്ചിട്ട് ഉറച്ചേക്കാൻ കഴിയുമോ? അതാ നമുക്ക് ഇതിന്ന് കിട്ടേണ്ടത്. കഥ പഠിച്ചാൽ പോയാൽ പോരാ, കഥ കേൾക്കണം, ചരിത്രം കേൾക്കണം മാത്രം. ബല്ലൊനൻതും അല്ലയൻഖലിബർ റസൂലു വൽ മുഅ്മിനീന ഇലാ അഹ്ലിഹിം അബദാ. ഈ 1400 ആൾക്കാർ ഈ ഉംറത്തുണിയും കൊണ്ടാണ് പോയിട്ട്, പൊട്ടവാളം കൊണ്ടാണ് പോയിട്ട് മക്കക്കാരെടുത്തേക്കാണ് ഇവർ ചെല്ലണത്. ഇതിവരുടെ ഒടുക്കത്തെ പോക്കായിരിക്കും, ഇനി ഇവർ വരില്ല എന്ന് ഉറപ്പിച്ചാണ് അവരിരുന്നത്. അതുകൊണ്ടാണ് അവർ പോരാതിരുന്നത്. ഇപ്പോൾ നിങ്ങളാണ് ചെന്നാൽ അവർക്ക് പറയാണ്ടാവുക അജ്ജത്തടാന്നായിപ്പോയി. അപ്പോൾ ഒരു പറയും ഞങ്ങൾക്ക് ഈത്തപ്പഴം പറിക്കാണ്ടായിരുന്നു, ഗോതമ്പ് എടുക്കാണ്ടായിരുന്നു, വാരലെടുക്കാണ്ടായിരുന്നു, കുട്ടിയൊക്കെ അസുഖമായിരുന്നു എന്നൊക്കെ പറയും. പച്ച നുണയാണ്. അതുകൊണ്ട് നമ്മളല്ല, നമ്മളെ ശരീരമല്ല തേച്ച് മിനുക്കേണ്ടത്, നമ്മളെ വസ്ത്രമല്ല തേച്ച് മിനുക്കേണ്ടത്. പിന്നെ എന്താണ്? നമ്മുടെ ഈമാനാണ് തേച്ച് മിനുക്കേണ്ടത്, നമ്മുടെ അഖീദയാണ് തേച്ച് മിനുക്കേണ്ടത്, നമ്മുടെ മനസ്സാണ് തേച്ച് മിനുക്കേണ്ടത്, നമ്മുടെ ആത്മാവാണ് തേച്ച് മിനുക്കേണ്ടത്. അയിമെന്നാണ് ചെടികളുണ്ട്. അതല്ലേ അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖതായായ കമാ ബഅദത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. പടച്ചവനെ ചക്രവാളങ്ങളെ അകറ്റിയതുപോലെ തെറ്റിനെയും എന്നെയും അകറ്റണേ.
ഇനി അടുക്കാതെ നോക്കണേ. അല്ലാഹുമ്മ നഖ്നി മിൻ ഖതായായ കമാ യുനഖ തൗബുൽ അബീദു മിനദ്ദനസ്. പടച്ചവനെ വെള്ളത്തുണി ഉജാല മുക്കി വെളുപ്പിച്ചതുപോലെ ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് എൻ്റെ ഹൃദയത്തെ മനസ്സിനെ വെളുപ്പിക്കണേ, ശുദ്ധിയാക്കണേ. അല്ലാഹുമ്മ ഗ്സിൽനി മിൻ ഖതായായ ബിൽ മാഇ വസ്സൽജി വൽ ബർദ്. എൻ്റെ മനസ്സിനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി തരണേന. എന്നെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കണമെന്നല്ല, കാരണം ഇതൊക്കെ റബ്ബ് അറിയുന്നുണ്ട്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ദസ്സ യദുസു എന്ന് പറഞ്ഞാൽ ചെളി പുരട്ടുക, വൃത്തികേടാക്കുക, ചീത്തയാക്കുക. മനസ്സ് ചീത്തയായ പോയി എന്നതിൻ്റെ അർത്ഥം. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണേ, ബൽ ലനൻതും അല്ലൻ യൻഖലിബർ റസൂലു വൽ മുഅ്മിനൂന ഇലാ അഖ്ലിഹിം അബദാ വസുയ്യിന ദാലിക ഫീ ഖുലൂബികും. ആ ചിന്ത ഏത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും റിദ്വാനുല്ലാഹി തആല അലൈഹിം അജ്മഈൻ ഒരിക്കലും ഇനി തിരിച്ചു വരില്ല. ഇവരെ കൊണ്ടുള്ള ശല്യം ഇനി ഇവിടെ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ വിചാരിച്ച ആ വിചാരമുണ്ടല്ലോ, അതിങ്ങോട്ട് വിചാരിച്ചപ്പോൾ നിങ്ങളെ മനസ്സിനാകെക്കൂടെ ഒരു സന്തോഷം, ഒരു തൃപ്തി വന്നുപോയി. ബൽ സുയ്യിന ദാലിക്, അത് നിങ്ങൾക്കൊരു അലങ്കാരമായി. ഇനിയിവിടെ ഇസ്ലാം അത് ഇത് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ അല്ല നമ്മളോട് പറയാം. കുടുംബത്തിൽ കുഴപ്പമുണ്ടാക്കണം, വാപ്പയും മക്കളും തമ്മിൽ തെറ്റിന് വാപ്പ മുജാഹിദായി ഉമ്മ സുന്നിയായി, മക്കൾ മുജാഹിദായി വാപ്പ സുന്നിയായി, വാപ്പ മുജാഹിദായി മക്കൾ സുന്നിയായി, കെട്ടിച്ചൂല കിട്ടൂല, അങ്ങോട്ടും പറഞ്ഞാൽ നിൽക്കൂല, ഒരാൾ പിന്നെ കൊനു തോതിന് ബാക്കിയുള്ളവർ കൈ താത്തിട്ട് നിൽക്കണ, ഒരാൾ അവിടെ കെട്ടണ, ഒരാൾ ഇവിടെ കെട്ടണ്. ഇതൊക്കെ നിങ്ങൾ പുത്തൻവാദികൾ ഉണ്ടാക്കിയ പ്രശ്നമെന്ന് പറഞ്ഞില്ലേ. ഈ പ്രശ്നങ്ങളൊന്നും ഇനി ഞങ്ങളുടെ വീട്ടിലുണ്ടാവൂല, നിങ്ങൾ മനോഹരമായി എന്ന് സ്വപ്നം കണ്ടു എന്നാണ് ഈ പറഞ്ഞത്. ആ പൂതി വേകൂല, ആ ചട്ടിയിൽ ഈ പരിപ്പ് വേകൂല മക്കളെ. ഇത് ഇസ്ലാമാണ് എന്നർത്ഥം. ലിയുൽഹിറഹു അലദ്ദീനി കുല്ലി വലൗ കരിഹൽ കാഫിറൂൻ വലൗ കരിഹൽ മുശ്രികൂൻ. ആരെന്ത് വിചാരിച്ചാലും എത്ര വെറുത്തിട്ടും ദേഷ്യപ്പെട്ടിട്ടും കാര്യമില്ല, ഇതിൻ്റെ പ്രയാണത്തെ, ഇതിൻ്റെ വികാസത്തെ, ഇതിൻ്റെ വെളിച്ചത്തെ കെടുത്താൻ കഴിയില്ല. വേണമെങ്കിൽ ഒപ്പം കൂടിക്കോളി, ഇങ്ങൾക്കും കിട്ടും ഈ വെളിച്ചം എന്നാ പറഞ്ഞു നിങ്ങള്. വലാകിന്നല്ലാഹ യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ. നിങ്ങൾ മുസ്ലിങ്ങളായതുകൊണ്ട് ഇസ്ലാമിന്, ഈമാനും മുഹമ്മദിനും ദീനുൽ ഇസ്ലാമിനും ഒരു മെച്ചമല്ലടോ. അത് നിങ്ങൾ ഇങ്ങോട്ട് പറയണ്ട. നിങ്ങൾക്ക് ഈമാൻ കിട്ടിയത് ഞാൻ നിങ്ങളോട് കാണിച്ച ദയയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. സൂറത്ത് ഹുജറാത്ത് ഇതേ അറാബികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അത് നമ്മളോടും കൂടിയാണ്. യമുന്നൂന അലൈക അൻ അസ്ലമു. ഞങ്ങളൊക്കെ മുസ്ലിങ്ങളായത് നബിയെ നിങ്ങൾക്ക് ഇപ്പം നന്നായി, ഞങ്ങളൊക്കെ ബരൊപ്പാണെങ്കിൽ നിങ്ങളെ കഥ കുമ്പളങ്ങായിരുന്നു എന്ന് അവർ നിങ്ങളോട് പറയുന്നുണ്ടല്ലോ. ഓരോട് പറഞ്ഞേക്ക്, ലാ തമുന്നു അലൈയ ഇസ്ലാമക്കും. നിങ്ങൾ മുസ്ലിങ്ങളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പിടിച്ചിരിക്കുന്നത്. ആ വീമ്പൊന്നുകൊണ്ട് പറയണ്ട. അങ്ങനെയല്ല, ഞാൻ ഇല്ലെങ്കിൽ പള്ളി നടക്കൂല അല്ലേ. നമ്മൾ സക്കാത്ത് കൊടുത്തിട്ടില്ലേ, സക്കാത്ത് സെല്ല് പൂട്ടിപ്പോകുമെന്ന് വെച്ചിട്ടാണ് ഇത് കൊടുക്കണത്. ആരാണ് ഇവൻ എന്നോട് ചോദിക്കാൻ? എൻ്റെ വാപ്പ കാരണവന്മാരായിട്ട് കൊണ്ടുനടക്കുന്നതാണിത്, ഞങ്ങളല്ലാണ്ട് ആരാ ഇത് നടത്തുന്നത്? ഞങ്ങൾ ഇവിടെ നിന്ന് പോയാൽ കാണാം എന്നൊക്കെയുള്ള ഭാവം ഉണ്ടല്ലോ, അത് വേണ്ടാൻ. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ. ഈ ശിർക്കിൻ്റെ കോട്ടയിൽ ജീവിച്ചിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഈമാൻ കിട്ടിയത് അല്ല നിങ്ങളോട് കാണിച്ച ദയയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് അള്ളാൻ്റെ കൂടെ നിൽക്കണം, അള്ളാൻ്റെ ദീനിൻ്റെ കൂടെ നിൽക്കണം, അള്ളാൻ്റെ കിതാബിൻ്റെ കൂടെ നിൽക്കണം, അള്ളാൻ്റെ റസൂലിൻ്റെ കൂടെ നിൽക്കണം. നിങ്ങൾക്ക് അവരെ കൂടെ അൻത മഅ മൻ അഹ്ബബ്ത എന്നാ നിനക്ക് അവരുടെ കൂടെ, നീ ആരുടെ കൂടെയാണോ അവരുടെ കൂടെ പരലോകത്ത് നിനക്ക് ചേരാം. നീ അള്ളാൻ്റെ കൂടെയാണോ, റസൂലിൻ്റെ കൂടെയാണോ, ഇസ്ലാമിൻ്റെ കൂടെയാണോ, ഖുർആൻ്റെ കൂടെയാണോ, അതിൻ്റെ കൂടെ നിനക്ക് പരലോകം ലഭിക്കും. നീ അള്ളാഹ്ക്കെതിരാണോ, റസൂലിനെതിരാണോ, സുന്നത്തിനെതിരാണോ, ഇസ്ലാമിനെതിരാണോ, ഖുർആനെതിരാണോ, നീ ആരുടെ കൂടെയാണോ അവരുടെ കൂടെയായിരിക്കും. അള്ളാഹു നമ്മളെ അള്ളാൻ്റെ ഉലൈക ഹിസ്ബുല്ലാ എന്ന് പറഞ്ഞില്ലേ, അവരാണ് അള്ളാൻ്റെ പാർട്ടി. സിബ്ഗത്തല്ല, അവരാണ് അള്ളാൻ്റെ കളറുള്ള, അള്ള കൊടുത്ത വർണ്ണം. അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ.
അള്ളാന്റെ പാർട്ടിയാണ് വിജയികളായ പാർട്ടി. കുനു അൻസാർ അല്ലാ, അതിനെന്ത് വേണം? അള്ളാന്റെ സഹായികളാകുക. യാ അയ്യുഹല്ലദീന ആമനു കുനു അൻസാർ അല്ലാഹ്. മുഅ്മിനീങ്ങൾ നിങ്ങൾ അള്ളാന്റെ പാർട്ടിക്കാരാവണം എന്ന അർത്ഥം, നാട്ടുകാരെങ്ങളാവണം എന്നല്ല. അത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മളെപ്പോലത്തെ മുഅ്മിനീങ്ങൾ പലരും അള്ളാന്റെ പാർട്ടിക്കാരല്ല എന്ന് അള്ളാഹ്ക്ക് അറിയാമെന്നതിൻ്റെ അർത്ഥം അല്ലേ? ഞാനൊരു പക്ഷപാതിത്വം പറയില്ല. യാ അയ്യുഹല്ലദീന ആമനു കുനു അൻസാറല്ലാഹ്. മുഅ്മിനീങ്ങൾ ഈ പോക്ക് പോയാൽ പോരാ, അള്ളാന്റെ സഹായികളായി അള്ളാന്റെ റസൂലും സ്വഹാബത്തും ജീവിച്ചതുപോലെ ജീവിക്കണം. അള്ളാഹു അവരിൽ നമ്മളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു പറയാണ്, നിങ്ങളെ മോഹിച്ചു പോയി. ചീത്തയായ മോഹം, വൃത്തികെട്ട ഊഹം, ചിന്ത, മോഹം, ഭാവന, കിനാബ് നിങ്ങൾ കണ്ടുപോയി. ഇസ്ലാമിനെ തകർക്കാം, അതിൻ്റെ ശല്യത്തോടുകൂടി തീരും എന്നതൊക്കെ ഉണ്ടല്ലോ. ആ ചിന്തങ്ങളെ മനസ്സിലുണ്ടായതോടുകൂടി നിങ്ങൾ വകുന്തും, നിങ്ങളായി തീർന്നു, ഖൗമം ബൂറ, നശിച്ച ജനവിഭാഗമായി മാറി. അപ്പൊ ആരവിടെ നശിക്കുക? ഇന്നാ എഴുത്തനാക്കൽ കൗസർ ഫസൊല്ലി റബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ആരാണോ നബിയെ അങ്ങയെ അപമാനിക്കുന്നത്, ആരാണോ നബിയെ അങ്ങയെ ഒറ്റപ്പെടുത്തുന്നത്, ചീത്ത പറയുന്നത്, അങ്ങയെ തള്ളിക്കളയുന്ന, അവഗണിക്കുന്നത്, അവൻ ഒറ്റപ്പെടും, അവൻ്റെ വംശം നശിക്കും, അവൻ ആരുമില്ലാതെ ഒരു തുണയുമില്ലാതെയാകും, പിൻഗാമിത്വമില്ലാതെയാകും. അങ്ങയോടൊപ്പം നിൽക്കുന്നവർ വളർന്ന് പന്തലിക്കുകയും ചെയ്യും. എവിടെ കിടന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. ഇതൊക്കെ നമ്മൾ ഓതുന്ന ആയത്തുകളും സൂറത്തുകളുമാണ് എന്നതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. വമൻ ലം യുഅ്മിൻ ബില്ലാഹി വറസൂലി, ഇത് വല്ലാത്തൊരു വചനാട്ടോ. വമൻ ലം, ആർക്കെങ്കിലും ഇല്ലാതെയായാൽ, യുഅ്മിൻ ഈമാൻ ഇല്ലാതെയായാൽ, വിശ്വാസമില്ലാതെയായാൽ, ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ടും, വറസൂലിഹി അള്ളാന്റെ റസൂലിനെ കൊണ്ടും, ആർക്കെങ്കിലും വിശ്വാസമില്ലാതായ, ആർക്കപ്പം വിശ്വാസമില്ലാത്തത്? അള്ളാഹു ഇല്ല എന്നുള്ള വിശ്വാസം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? അള്ളാന്റെ റസൂൽ അന്തിമ പ്രവാചകനല്ല എന്നുള്ള വിശ്വാസം ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷേ ഇതേ വിശ്വാസം വെച്ചായിരുന്നില്ലേ സ്വഹാബികൾ ജീവിച്ചത്? അല്ലേ? അത് വെച്ചൊന്ന് ആലോചിച്ച് നോക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് സ്വഹാബത്തിന്റെ വിശ്വാസം തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് സ്വഹാബത്തിന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? സമീപനം എന്തായിരുന്നു? നമ്മളോ? അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എവിടെയൊക്കെ മാറണം? അള്ളാന്റെ ഖുർആൻ നമ്മളോട് പറയുന്നത് വമൻ ലം യുഅ്മിൻ ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കേണ്ടത് എങ്ങനെയാണെന്നോ, ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. സഹാബത്തിനെ ചൂണ്ടിയിട്ട് അള്ളാഹു അവരോട് പറയാ, ഫഇൻ ആമനൂ, ഇനി വരാനിരിക്കുന്ന മനുഷ്യർ വിശ്വസിക്കുന്നത് ബിമാ കമാ ആമൻതും ബിഹി, മുഅ്മിനീങ്ങളായ സഹാബത്ത് നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെയാണെങ്കിൽ, ഫഖദ് ഇഹ്തദൗ, അവർ സന്മാർഗം ലഭിക്കാൻ അർഹതയുള്ളവരാണ്. ഫഇൻ തവല്ലൗ, നിങ്ങളുടെ നിലപാടിൽ നിന്ന് രീതിയിൽ നിന്ന് പിന്നോക്കം പോകുന്നവരാരാണെങ്കിലും, ഫഇന്നമാ ഹും ഫീ ശിഖാഖ്, അവർ ഭിന്നിപ്പിന്ന ആളുകളാണ്. മുൻകാലക്കാരായ പ്രവാചകന്മാർ വിശ്വസിച്ചതുപോലെയാണ് സ്വഹാബത്ത് വിശ്വസിക്കേണ്ടത് എന്നും ഈ ആയത്തിന് അർത്ഥമുണ്ട്. സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെയാണ് പിൽക്കാലക്കാരായ ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾ ഈമാനുള്ളവരാവേണ്ടത് എന്നും ഈ ആയത്തിന് തഫ്സീറുണ്ട്. മുൻഗാമികളായ പ്രവാചകന്മാരുടെ അനുയായികൾ ആ പ്രവാചകന്മാരിൽ പ്രവാചകന്മാരുടെ കാലത്ത് എങ്ങനെ വിശ്വാസമർപ്പിച്ചുവോ അതുപോലെയാണ് അള്ളാഹുവിലും റസൂലിലും നമ്മൾ വിശ്വസിക്കേണ്ടത് എന്ന മൂന്നാമത്തെ ഒരു തഫ്സീറുമുണ്ട്. മൂന്നാണെങ്കിലും ശരി, നമ്മളിതിൻ്റെ ഏതെങ്കിലും അയലത്തെത്തുന്നുവോ എന്ന് ആലോചിക്കുക. എന്നിട്ട് ഈ ആയത്തൊന്നുകൂടി വായിക്കുക. വമൻ ലം യുഅ്മിൻ ബില്ലാഹി വറസൂലിഹി, എന്താണെന്ന് പറയണോ അറിയോ? ഫഇന്നാ
അപ്പോൾ തീർച്ചയായും നാം അടുത്തതിന ഒരുക്കി വെച്ചിട്ടുണ്ട് ലിൽ കാഫിരീന, ഈ നിഷേധികൾക്ക്, നന്ദി കെട്ടവർക്ക്. ആരാണ് ഇവിടുത്തെ കാഫിർ? ഒരു വർഗത്തിൻ്റെ പേരാ? അല്ല. നമ്മൾ കാഫിർ, കാഫ് മീം എന്ന് പറഞ്ഞിട്ട് വർഗാണ് തിരിച്ചതല്ലേ? ഒരു വർഗത്തിൻ്റെ പേരല്ല, ഒരു സ്വഭാവത്തിൻ്റെ പേരാണത്. അതാണ് എപ്പോഴും അത് പറയുക. അങ്ങനെ പറയുന്നത് ഒരു സ്വഭാവത്തിൻ്റെ പേരാണ് കുഫർ. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിലപാടുകളെ, നിയമങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളെ, നയങ്ങളെ, അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനാ നിരോധനങ്ങളെ അവഗണിക്കുക, തള്ളിക്കളയുക, നിഷേധിക്കുക. അതിൻ്റെ പേരാണ് കുഫർ. അതൊരു മുസ്ലിം നാമധാരി ചെയ്താലും അമുസ്ലിം നാമധാരി ചെയ്താലും ഒരേ നിയമമാണ്. മുസ്ലിം നാമധാരി ചെയ്യുമ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത രൂപത്തിലുള്ള ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ അയാൾ ശാശ്വതമായി നരകാവകാശിയാകുന്നില്ല എന്നൊരു വ്യത്യാസം മാത്രം. മനസ്സിലാവുണ്ടല്ലോ നിങ്ങൾക്ക്? ഒരു അമുസ്ലിം ചെയ്യുമ്പോൾ അയാൾ ശാശ്വതമായി നരകവാസിയാവാൻ ഇടയാകുന്ന ഒരു കാര്യം മുസ്ലിമായ ഒരാൾ ചെയ്യുമ്പോൾ അയാൾ അതിന് ശാശ്വത നരകവാസിയാകാൻ കാരണമാകുന്നില്ല. കാരണം അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കുന്നവനാണ് എന്നതിനാൽ അയാൾ ശാശ്വത ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫർ അല്ല ചെയ്തിട്ടുള്ളത് എങ്കിൽ അയാൾ ഒരു തെറ്റുകാരനാണ്, പാപിയാണ് എന്ന് മാത്രമാണ് വരിക. പശ്ചാത്തപിച്ച് മടങ്ങേണ്ടുന്ന, ഇസ്തിഗ്ഫാർ നടത്തേണ്ടുന്ന പാപമാണ്. പക്ഷെ പേരയാൾക്ക് എന്താണ്? കാഫിർ. എന്താ ഉദാഹരണം? നമസ്കരിച്ചില്ലെങ്കിൽ അവൻ ആരാണ്? എന്താ നമ്മൾ പഠിച്ചേച്ച്? കാഫിറാണെന്നല്ലേ? ആണ്. എന്നാൽ അങ്ങാടിയിൽ പോയിരുന്നിട്ട് അല്ലെങ്കിൽ ഒരു യാത്ര കഴിഞ്ഞ് ഒരു യാത്ര ചെയ്യുന്നു. ആ യാത്രയിൽ അയാൾക്ക് കൃത്യസമയത്ത് നമസ്കരിക്കാൻ പറ്റിയില്ല, ളുഹർ കഴിഞ്ഞു പോകുന്നു, അസറിൻ്റെ സമയത്താണ് അയാൾക്ക് നിസ്കരിക്കാൻ പറ്റിയത് എന്ന് വെച്ചാൽ അയാൾ ളുഹർ നിസ്കരിക്കാത്തവരിൽ കാഫിറായോ? ഇല്ല. അയാൾക്ക് നമസ്കാരം സമയബന്ധിതമായി നിർവഹിക്കൽ നിർബന്ധമാണ് എന്ന് അറിവില്ലാത്ത ഒരു സാധാരണക്കാരനാണ്, അതിൻ്റെ പേരിലാണ് അയാൾ ആ നിസ്കാരം മാറ്റിവെച്ചത് എങ്കിൽ അയാൾ കാഫിറായോ? ഇല്ല. തൽക്കാലം അയാളൊരു ബോധക്ഷയത്തിലാണ്, ഒരു തിരിച്ചറിവ് നഷ്ടപ്പെട്ട സമയത്താണ് അയാൾക്ക് നമസ്കാരം നഷ്ടപ്പെട്ടത്, അതിൻ്റെ പേരിൽ അയാൾ കാഫിറാകുമോ? ഇല്ല. ഒരത്യാപത്ത് നേരിട്ട് അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതിനിടയിൽ അയാൾ നമസ്കരിക്കാൻ മറന്നുപോയി, അയാൾ കാഫിറാകുമോ? ഇല്ല. അവരെയൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഫത്വ കൊടുക്കുന്നത് കാഫിറാണ് എന്ന്. പക്ഷെ അവരൊന്നും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫർ അല്ല ചെയ്യുന്നത്. എന്നാൽ ഒരാൾ നമസ്കരിച്ചിട്ടില്ലെങ്കിലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാഫിറാകുന്നു. എപ്പോൾ? ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണ്, നിസ്കാരം നിർബന്ധമാണെന്ന് എനിക്കറിയാം, എനിക്ക് നിസ്കരിക്കാനൊരു തടസ്സമില്ലേനും ബാങ്ക് വിളിക്കുന്നതും ജമാഅത്ത് നടക്കുന്നതും അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുകയാണ് അങ്ങനെയൊന്നും അതിലില്ല. ഇവർ വെറുതെ തീവ്രവാദം പറയാം, അതൊക്കെ അങ്ങനെ സൗകര്യം പോലൊക്കെ ചെയ്താൽ മതി എന്ന് ഞാൻ തീരുമാനിച്ച് ഞാൻ നമസ്കാരം ഒഴിവാക്കിയാൽ ഞാൻ ആരാകും? ഇസ്ലാമെന്ന് പുറത്തു. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, കുഫർ എന്നത് ഒറ്റ അടിക്ക് വിലയിരുത്താവുന്ന, ഹുക്മ പറയാവുന്ന ഒരു സംഗതിയല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളെ മനഃപൂർവ്വം ധിക്കരിച്ചാൽ, എതിർത്താൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാടുകളെ മനഃപൂർവ്വം എതിർത്താൽ, അവഗണിച്ചാൽ അയാൾക്ക് അല്ലാഹു പേരിട്ടത് കാഫിർ എന്നാണ്. അയാൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് ഫൈന അഅതദിനാലിൽ കാഫിരീന സഈറ എന്നാണ്. സഈർ നരകത്തിൻ്റെ പല പേരുകളിലൊന്നാണ്. അപ്പം അയാൾക്ക് എന്താ ഉള്ളത്? നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ പെൺകുട്ടികൾ പഠിച്ചോനെ പള്ളിക്ക്, കോളേജിൽ, സ്കൂളിൽ, ക്യാമ്പസിൽ അതിൻ്റെ അടുത്ത് നിസ്കരിക്കാൻ സൗകര്യമില്ലാത്തതിൻ്റെ പേരിൽ ളുഹർ നിസ്കരിക്കാതെ പെരേക്ക് വരുമ്പോഴത്തേന് ഇറ്റകളൊക്കെ കൂടെ കാഫിറാക്കരുതിട്ടോ ഉമ്മാരെ വാപ്പാരെ ഒക്കെ കൂടെ കൂടിയിട്ട് അവർക്ക് നിസ്കരിക്കാനുള്ള ഒരു സൗകര്യം സ്കൂളിൻ്റെ അവർ പഠിക്കുന്ന ക്യാമ്പസിൻ്റെ അവിടെ ഉണ്ടാക്കി കൊടുക്കാനാണ് ശ്രമിക്കുക. അല്ലാണ്ട് അവർക്ക് അവിടെ സൗകര്യമില്ലാത്തതിൻ്റെ പേരിൽ ആ പാവം കുട്ടികൾ നിസ്കരിച്ചില്ല, അതിൻ്റെ ഒരു പെരയിൽ വന്നാൽ അവർ ആദ്യം നിസ്കരിച്ചോട്ടെ,
അവർക്ക് നിങ്ങൾ ചായ വെള്ളം എന്തെങ്കിലും കൊടുക്കുക, പെട്ടെന്ന് നിസ്കരിപ്പിക്കുക എന്നല്ലാതെ അതിൻ്റെ പേരിൽ അവിറ്റകളൊക്കെ കൂടെ കാഫിറായത് ഇന്നെ പോലത്തെ മുറിമൂല്യന്മാർ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കണക്കാക്കണ്ട. ഒരുപാട് മനുഷ്യൻ്റെ സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്, ഇതെല്ലാം പരിഗണിക്കണം. ഇതൊന്നും പക്ഷേ ഒരു നിയമത്തിൽ ഇളവ് നൽകപ്പെടാനുള്ള കാരണങ്ങളല്ല. അപ്പോൾ അതിന് പകരം സംവിധാനങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ദൈബൻ നിങ്ങൾ പക്ഷേ വിചാരിച്ചത് അല്ല യങ്കലിബർ റസൂലു, റസൂൽ ഒരു കാലത്തും വൽ മുഅ്മിനൂന മുഅ്മിനീങ്ങളും മടങ്ങി വരികയില്ല ഇല അഖിലീയും കുടുംബത്തിലേക്ക്, നാട്ടിലേക്ക്, മദീനയിലേക്ക് എന്നങ്ങൾ വിചാരിച്ചത്. അബദൻ ഇനി വരുന്നല്ലോ, ഒരിക്കലും വരൂലാന്ന് വിചാരിച്ച് വസുയ്യിനദാലിക ഫീ ഖുലൂബിക്കും, അത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് അലങ്കാരമായി, നല്ല കാര്യമായി, മോഹമായി, ഒരു സ്വപ്നമായി നിങ്ങൾ ഇങ്ങനെ കൊണ്ടു നടന്നു. വദനൻതും നിങ്ങളുടെ ആ വിചാരം മുഅ്മിനീങ്ങളെ ലന്നസൗ ചീത്ത വിചാരമാണ്. വകുൻതും നിങ്ങളാവട്ടെ അതോടുകൂടി കൗമം ബൂറ നശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വമല്ലം യുമിൻ ബില്ലാഹി വറസൂലിഹി, അള്ളാന്റെ റസൂലിനോട് അള്ളാഹുവാണ് ഉംറയ്ക്ക് തയ്യാറാവാൻ നിർദ്ദേശം കൊടുത്തത്. അതാണ് ഈ വിഷയം അല്ലേ? അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഉംറയ്ക്ക് തയ്യാറാവാൻ നിർദ്ദേശിച്ചത്. ആ നിർദ്ദേശം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാലിക്കുകയും അത് നിങ്ങൾക്കിടയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് അതിൻ്റെ വരും വരായികകളെ കുറിച്ച് ആലോചിക്കൽ നിങ്ങളുടെ പണിയല്ല. നിങ്ങളുടെ പണി അള്ളാന്റെ കൽപ്പന റസൂല് നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചിരിക്കുന്നു, അത് പാലിക്കലായിരുന്നു. അത് പാലിക്കുന്നതിൽ നിങ്ങൾ വീഴ്ച വരുത്തി എന്ന് മാത്രവുമല്ല, നിങ്ങൾ അതിന് ദുർന്യായങ്ങൾ പറയുകയും ചെയ്തു. അതുവഴി നിങ്ങൾ നശിച്ച ജനതയായി മാത്രമല്ല നരകാവകാശികളുമാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വലില്ലാഹി, അള്ളാഹുവിനുള്ളതാണ് മുൽക്കുസ്സമാവാതി വൽ അർള്, അർളിൻ്റെയും സമാവാത്തിൻ്റെയും മുൽക്ക്, ആധിപത്യം, അധികാരം അള്ളാഹുവിനുള്ളതാകുന്നു. നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇനി വരുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹ്ക്ക് അടക്കി പിടിച്ചിരിക്കുകയാണ്, ഇതൊക്കെ അള്ളാൻ്റെതാണ് എങ്കിലും യഗ്ഫിറു ലിമൻ യശാ, അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് യഗ്ഫിറു പുറത്തു കൊടുക്കും. വയുഅദിബു മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യും. അതിനൊക്കെയുള്ള പവർ അള്ളാഹ്ക്കുണ്ട്. നിർത്തരുത് കേട്ടോ, ഇവിടെ നിർത്തരുത്. അള്ള ഉദ്ദേശിക്കുന്നവരൊക്കെ അള്ള ശിക്ഷിക്കും. പുറത്തു കൊടുക്കാൻ വിചാരിക്കുന്നവർക്കൊക്കെ പുറത്തു കൊടുക്കുന്ന, പിന്നെ നമ്മളെന്തിനാ ഇടങ്ങാറാവണ് എന്നൊരു ചിന്ത ഇത് ഇവിടെ നിർത്തിയാലുണ്ടാകും. ഇങ്ങനത്തെ അടച്ചോണ്ടോ തോന്നിയ പോലെയൊക്കെ ചെയ്യാൻ എന്നും ചോദിക്കാം അല്ലേ? നമ്മളിൽ പലരും നമുക്ക് അധികാരം കിട്ടിയാൽ പിന്നെ എങ്ങനെയൊക്കെയാണ് അല്ലേ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്തും ഉൾപ്പെടെ ഭരണത്തിലേറിയ പലരുടെയും സ്വഭാവം ഇതാണ്. ഞാനാണ് ഇവിടുത്തെ കോമൂപ്പനാള്, ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് കേട്ടാ മതി എന്ന് വെക്കുന്ന ആ സമ്പ്രദായം ആണ് ഇവിടെ നിർത്തിയാൽ കിട്ടുക. പക്ഷെ എന്നിട്ടല്ല പറഞ്ഞെന്തറിയോ, ഇതിനൊക്കെ കഴിവുള്ളവരാണ് അള്ളാഹു. അതിലൊന്നും നിങ്ങൾക്ക് തർക്കം വേണ്ട. അള്ളാഹു ഒരാൾക്ക് പുറത്തു കൊടുത്താൽ എന്തുകൊണ്ട് അയാൾക്ക് പുറത്തു കൊടുത്ത് എനിക്ക് പുറത്തു തന്നില്ല എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റൂല, നിങ്ങൾക്ക് അതിന് കഴിയൂല. അള്ളാഹു ഒരാളെ ശിക്ഷിച്ച് അതേ കുറ്റം ചെയ്ത വേറെ ഒരാളെ ശിക്ഷിക്കാതെ വിട്ട എൻ്റെ പെന്നെ പോലെ തന്നെയല്ലേ ഓനും എന്ന് ചോദിക്കാൻ ലാ യുസ്അലു അമ്മാ യഫ്അൽ ഒരാൾക്കും സാധിക്കൂല. പക്ഷേ വകാനല്ലാഹു റബ്ബ് പക്ഷേ ഗഫൂറൻ, എല്ലാം പൊറുക്കാൻ മനസ്സുള്ളവരാണ്. ആലോചിച്ചോ കാണും. റബ്ബ് പക്ഷേ ഏറെ പൊറുക്കാൻ, എല്ലാം പൊറുക്കാനാണ് തയ്യാറാവുക. റഹീമ, എല്ലാവരോടും കരുണ ചെയ്യാൻ, എല്ലാവർക്കും അനുഗ്രഹം നൽകാൻ, എല്ലാവരെയും സ്നേഹിക്കാൻ, എല്ലാവരോടും കൃപ കാണിക്കാൻ, എല്ലാവർക്കും ദയ നൽകാൻ, എല്ലാവർക്കും വാത്സല്യം നൽകാൻ, എല്ലാവർക്കും ഉപകാരം നൽകാൻ ആണ് അള്ളാഹു തയ്യാറാവുക. കയ്യില്ലേ ഒന്നില്ലേ? സമയമില്ല. അതില്ലേ اللهم رب هذه الدعوة التامة رضيت بالله ربا وبمحمد. അപ്പോൾ
നമ്മുടെയൊക്കെ കയ്യിലുള്ള അധികാരം അതെത്ര ചെറുതായാലും അതെത്ര വലുതായാലും അത് നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുകൂടെ നമുക്ക് കിട്ടിയ ആധിപത്യത്തിൻ്റെ അധികാരത്തിൻ്റെ സ്വാധീനത്തിൻ്റെ ഗുണം അതെങ്ങനെയാണ് മറ്റുള്ളവർക്ക് നൽകുക എന്നതിൻ്റെ ഉദാഹരണമാണിത് അല്ലേ? നമുക്ക് കിട്ടിയ അധികാരം കൊണ്ട് സ്ഥാനമാനങ്ങൾ കൊണ്ട് നമുക്ക് രണ്ട് രൂപത്തിൽ പ്രവർത്തിക്കാം. രണ്ട് രൂപത്തിൽ. ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലുത് ഗവർണർ. ഗവർണർ ഇതൊരു റെസിഡന്റ് ഭരണമൊന്നുമല്ലാതെ മുഖ്യമന്ത്രി. ഞാൻ ചോദിച്ചാൽ ഞാൻ പറയുന്നത് നിങ്ങളാണ്ട് കേട്ടാൽ മതി, ഉത്തരം ഇങ്ങോട്ട് വേണ്ട, ചോദ്യം ഇങ്ങോട്ട് വേണ്ട എന്ന് പറയുന്ന ഭരണാധികാരി അല്ലേ? ഇവിടെ രാജ്യം ആന ചവിട്ടിക്കൊന്ന മനുഷ്യന് നീതി വേണമെന്ന് പറഞ്ഞ ആളുകൾക്കെതിരെ ലാത്തി ചാർജ് ചെയ്യാൻ പോലീസ്, ചവിട്ടിക്കൊന്ന ആനയെ സംരക്ഷിക്കാൻ 100 കണക്കിന് പോലീസ് വേറെ, മനുഷ്യനെ സംരക്ഷിക്കാനുള്ള നിയമങ്ങളില്ല. എല്ലാവർക്കും ഉപയോഗപ്പെടുത്താനുള്ളത് അവനവന് കിട്ടിയ അധികാരമാണ്. ഞാനാണ്ട് പോകേണ്ട ഒരാവശ്യമില്ല, ഞാൻ പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് അതുമായി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി. ഇന്ന് കേട്ടല്ലേ നിങ്ങള്? വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്. ഈ നിലപാട് ശരിയാണ് എങ്കിൽ, ഇത് ആകാശഭൂമികളുടെ സംവിധായകനും നിയന്താവും ഏകഛത്രാധിപതിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പെരുമാറ്റ രീതിയാണെങ്കിൽ, യഗ്ഫിറു ലിമൻ യശാ, തോന്നിയതുപോലെ തോന്നിയവർക്ക് സ്വന്തക്കാർക്ക് വിട്ടുവീഴ്ച നൽകുകയും വയുഅദിബു മൻ യശാ, എതിർക്കുന്നവരെ ലാത്തി ചാർജ് ചെയ്യുകയും ചെയ്യുക എന്നത് അള്ളാന്റെ പോളിസിയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി അല്ലേ? അല്ലെ, ദുൽഖർനൈൻ എന്ന് പറഞ്ഞിട്ടൊരു മഹാചക്രവർത്തിയുണ്ട് സൂറത്ത് അൽ കഹ്ഫിൽ. ലോകം അടക്കി ഭരിക്കാൻ അനുഗ്രഹം ലഭിച്ച മുസ്ലിം ഭരണാധികാരികൾ 2 പേരാണ്. അതിൽ ഒരാളാണ് ദുൽഖർനൈൻ. അദ്ദേഹം ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അങ്ങേയറ്റം പോക്കിരിമാരായ ഒരു വിഭാഗം ആളുകളെ കാണുന്നു. ആ നാട്ടിൽ പോക്കിരികളായ ആൾക്കൂട്ടത്തെ കാണുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽഖർനൈനിക്ക് അനുവാദം കൊടുക്കുന്നു, അടിച്ച് തകർക്കാം, സർവത്തിനെയും അടിച്ച് തകർക്കാം, ബോംബിട്ട് തകർക്കാം എന്ന് ഇന്നത്തെ ഭാഷ അല്ലേ? അണുബോംബ് തന്നെ കൊണ്ടുപോയിടാൻ ചോദിക്കൂല, വിട്ടുവീഴ്ചയും ചെയ്യാം, ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. അപ്പൊ ദുൽഖർനൈനി എത്തുന്ന പറയുന്ന നിലപാടെന്തെന്നറിയോ? ഞാനിപ്പോ വിചാരിക്കുന്നത്, പഠിച്ചോനെ, ഞാനിപ്പോ വിചാരിക്കുന്നത് ഇവർക്ക് നന്നാവാനൊരു അവസരം കൊടുക്കുക എന്നാണ്. ഇവർക്ക് നന്നാവാനൊരു അവസരം കൊടുക്കുക. യാ ദുൽഖർനൈനി ഇമ്മാ അൻ തുഅദ്ദിബ വ ഇമ്മാ അൻ തത്തഖിദ ഫീഹിം ഹുസ്നാ. വേണമെങ്കിൽ ഇവരെ അടിച്ചൊതുക്കാം, അല്ല ഇവരിൽ നന്മയുണ്ടോ എന്ന് പരിശോധിക്കാനും അത് നടപ്പാക്കാനും ഒരു ശ്രമം നടത്തുകയും ചെയ്യാം. ഇഷ്ടം പോലെ ചെയ്തോളൂ. അപ്പൊ അദ്ദേഹം പറയാണ്, കാല അമ്മാമൻ ലലമ, ഞാൻ തീരുമാനിക്കുന്ന എടുക്കുന്ന നിലപാട് ഞാൻ അവരോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പോവുകയാണ്. എന്നിട്ടും അവർ ക്രമം വിട്ട് ജീവിക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ ഫസൗഫ നുഅദ്ദിബുഹു, അവരെ ഞാൻ ശിക്ഷിക്കും. എന്നാലോ അമ്മാമൻ ആമന വഅമില സ്വാലിഹൻ, നല്ല മക്കളായി നല്ലവരായി ജീവിക്കാൻ തീരുമാനിച്ചാൽ ഫലഹു ജസാഅനിൽ ഹുസ്ന, അവർക്ക് ഞാൻ അവാർഡുകളും റിവാർഡുകളും ഓഫറുകളും കൊടുക്കും. എന്താണ് ഒരു അധികാരി ചെയ്യേണ്ടത്? എന്താണ് ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്? എന്താണ്? നമ്മൾ നമ്മുടെ കുടുംബത്തോട് പെരുമാറേണ്ടത് എങ്ങനെയാണ്? യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവൻ ലക്കും ഫഹദറൂഹും. മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ശത്രുക്കൾ വളരുന്നുണ്ട്, ശ്രദ്ധിക്കണം. ഫഹദറൂഹും, ശ്രദ്ധിക്കണം. വ ഇൻ തഅഫൂ വ തസ്ഫഹൂ വ തഗ്ഫിറൂ, നിങ്ങളുടെ മക്കളിലും ജ്യേഷ്ഠാനിയന്മാരിലും സഹോദരന്മാരിലും പെട്ടവരാണ് ഈ സ്വഭാവം കാണിക്കണത്, നിങ്ങൾ അവർക്ക് വിട്ടുവീഴ്ച നൽകണം.
വതസ്ഫഹു നിങ്ങൾ അവരോട് വിശാല മനസ്കത കാണിക്കണം. വതഗ്ഫിറു നിങ്ങൾ അവർക്ക് മാപ്പ് നൽകണം. എന്നിട്ട് അവരെ ചേർത്ത് പിടിച്ച് കൂടെ കൂട്ടണം. കൂട്ടിയാൽ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു അവർക്കും നിങ്ങൾക്കും പുറത്തു തരാനും അവരോട് നിങ്ങളോടും കരുണ കാണിക്കാനും അള്ളാഹു തയ്യാറാണ്. എന്താണ് നമ്മൾ എടുക്കേണ്ടുന്ന നിലപാടെന്താണ്? തെറ്റുകുറ്റങ്ങൾ വരിക ആർക്കാണ്? മനുഷ്യർക്കാണ്. നമ്മളുടെ മക്കൾ തെറ്റ് ചെയ്താൽ അവരെ തിരുത്തേണ്ടത് പോലീസും പട്ടാളവും സെൻട്രൽ ജയിലുമാണോ അതോ നമ്മളാണോ? ആലോചിച്ചോക്കണ്ട. നമ്മുടെ മക്കളോട് ഈ സംവിധാനങ്ങൾക്ക് വല്ല ദയയും ദാക്ഷിണ്യവും കൃപയും ഉണ്ടാകുമോ? ഇല്ല. നമ്മുടെ മക്കളുടെ ദുന്യവിയും ഉഖറവിയുമായ നന്മയിൽ താല്പര്യം ആർക്കാണ്? മറ്റുള്ളവരെക്കാൾ കൂടുതൽ നമുക്കാണ്. നമ്മൾ അവരെ കണ്ടില്ല കേട്ടില്ല എങ്ങോട്ടാച്ചാ പോയിക്കോട്ടെ, ഇപ്പം എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണെന്ന് വിട്ടാൽ കുട്ടികളുടെ പരലോകം പോയി. ഇവിടെ കണ്ട് കയറണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രൂരത പുലർത്തിയാലോ മക്കള് വഴി പിഴക്കാൻ അത് മാത്രം കാരണമാവും. വൈൻ തഅഫൂ വതസ്ഫഹൂ വതഗ്ഫിറൂ. അല്ലേ? ലോകം ഭരിക്കാൻ അനുവാദം ലഭിച്ച ഒരു മഹാചക്രവർത്തിയുടെ നിലപാട് നന്മ നടപ്പാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശ്രമിക്കുക. അത് ഞാൻ അവരിൽ പരമാവധി പ്രയോഗവൽക്കരിച്ച് നോക്കും. എന്നിട്ട് പിടിച്ചം കിട്ടാത്ത മുരട്ട് ശീലക്കാരുണ്ടെങ്കിൽ ഞാൻ അവരെ ശിക്ഷിക്കും. എന്നാൽ എല്ലാവരും ഇപ്പോൾ തെറ്റുകാരാണ്, എല്ലാവരെയും അതിൻ്റെ പേരിൽ അടിച്ചൊതുക്കാൻ ഞാൻ തയ്യാറല്ല, തീരുമാനിച്ചിട്ടില്ല. അവരിൽ നിന്ന് നന്നാവാൻ തയ്യാറുള്ള ആളുകളുണ്ടാകും. അതിനൊരവസരം ഞാൻ അവർക്ക് വെച്ചു കൊടുക്കും. ആ അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെച്ച് തന്നിട്ടുണ്ട്, അല്ലേ? ആ അവസരമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദീന് അനുസരിച്ചുള്ള ദുനിയവിലെ ജീവിതം. ഇവിടെ വരുന്ന വീഴ്ചകൾ തിരുത്താനുള്ളതാണ് നമുക്ക് ലഭ്യമായ ഭാവി, വർത്തമാനകാലം. അത് തിരുത്തുന്നതിനനുസരിച്ചാണ് നമ്മളുടെ പാരത്രിക വിജയം ഉണ്ടാവുക, നമ്മളുടെ ഭാവിയുടെ നന്മയുണ്ടാവുക. അതുകൊണ്ട് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ശിക്ഷിക്കും, ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പുറത്തു കൊടുക്കും. നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, അതെന്താണെന്ന് വെച്ചാൽ പഠിച്ചവൻ തീരുമാനിക്കും, നമ്മൾ എത്ര നന്നായിട്ടും കാര്യമില്ല എന്ന തരത്തിലല്ല ഇത് ചിന്തിക്കേണ്ടത്. ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് രണ്ട് തരത്തിലാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം കാണാം. പിന്നെ ലൗ യഅലമുൽ മുഅ്മിനു മാ ഇൻദല്ലാഹി മിനൽ ഉഖൂബ, മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം തെറ്റുകൾ ചെയ്താൽ അള്ളാഹു ശിക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന്. ഏതെല്ലാം തെറ്റുകൾക്ക് എന്തെല്ലാം ശിക്ഷാസമ്പ്രദായമാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ മാ ത്വമിയ മിൻ ജന്നത്തിഹി അഹദ, സ്വർഗം കിട്ടണം എന്ന് അവർക്ക് മോഹമേ ഉണ്ടാവില്ല. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ചിന്തയിൽ അവരെല്ലാ വൃത്തികേടുകളിൽ നിന്നും ഒഴിവാകും. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ് പറയാം, നമ്മളെ ചക്ക വായിക്കുന്തോറും കണ്ണീരിങ്ങനെ നിറഞ്ഞു വരുന്ന ഒരു രംഗാണത്. ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെടുകയാണ്. അപ്പം അദ്ദേഹം കിടന്നിട്ട് ഇങ്ങനെ കരയാണ്. അദ്ദേഹത്തിൻ്റെ കരച്ചിൽ കണ്ടിട്ട് മക്കൾക്ക് ആകെ കൂടെ ബേജാറായിട്ട് അവസാനം മക്കൾ ചോദിച്ചു, വാപ്പ എന്താണ്? അദ്ദേഹം പറയാം, മരിക്കുകയാണ്. എൻ്റെ പരലോകം, എൻ്റെ ഭാവി എന്താകുമെന്ന് ഓർത്താൽ ഞാൻ കരയുന്നത്. അപ്പോൾ മക്കളിങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് തരച്ചാണ്. നിങ്ങളോട് നബി അങ്ങനെ പറഞ്ഞിട്ടില്ലേ? പിശാച് വരെ അടുക്കാത്ത മനുഷ്യനാണ് നിങ്ങളെന്ന് പറഞ്ഞിട്ടില്ലേ? സത്യവും അസത്യവും വേർതിരിച്ചറിയുന്ന ആളാണ് നിങ്ങൾ പറഞ്ഞില്ലേ? നബിമാരിഞ്ഞ് വരാത്തത് കൊണ്ടാണ്, ഞാൻ അവസാനത്തെ നബി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ നബി ആവുന്നവരെ പറഞ്ഞിട്ടില്ലേ? നിങ്ങളുടെ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടില്ലേ? നബി കണ്ട സ്വപ്നത്തിൽ വസ്ത്രം നിലത്ത് വലിച്ചു കിടക്കുന്ന ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് നിങ്ങളാണെന്ന് നബി പറഞ്ഞിട്ടില്ലേ? അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞത് നിങ്ങളുടെ ഈമാൻ അത്രമാത്രം പൂർണ്ണമാണെന്ന് നബി പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മഹാനവറുകൾ പറയുകയാണ്, അതൊക്കെ റസൂല് ജീവിച്ചിരുന്ന കാലത്തൊക്കെ ശരിയായിരുന്നു. അബൂബക്കർ ജീവിച്ചിരുന്ന കാലത്തും വേണമെങ്കിൽ എനിക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അബൂബക്കർ മരണപ്പെട്ടു പോയിട്ട് കൊല്ലം 10-10.5 കഴിഞ്ഞ് ഞാനാണല്ലോ ഇവിടെ ഒറ്റയ്ക്ക് ജീവിച്ചത്, ഞാനാണല്ലോ ഈ രാജ്യത്തിൻ്റെ ഭരണം നടത്തിയത്. അതൊക്കെ ആ ഓഫറൊക്കെ എന്നോ പോയിട്ടുണ്ടാകും. എനിക്കെൻ്റെ പൊന്നാര മക്കളെ ഒരൊറ്റ മോഹമുള്ളൂ,
എങ്ങനെങ്കിലും നരകത്തിൽ നിന്ന് കഴിച്ചിലായി കിട്ടിയാൽ മതിയെന്ന് സ്വർഗത്തിൽ പോകണം നിന്റെ മനസ്സിൽ ആഗ്രഹം തന്നെ ഇല്ല. നമ്മളോ ഇനി നേതാവ് പറഞ്ഞത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ, പിന്നെ ഞാൻ ഇലാഹി ലസ്തു ബിൽ ഫിർദൗസി അഖ്ലാന, 8 കവാടങ്ങളുടെ സ്വർഗത്തിലെ 8 കവാടങ്ങളിലൂടെയും പ്രവാചകന്മാരെല്ലാവരും സ്വാഗതം ചെയ്യപ്പെടും. പ്രവാചകന്മാരല്ലാത്ത ഒരേ ഒരു മനുഷ്യന് മാത്രമേ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ. അതാരാണെന്ന ചോദ്യത്തിന് അത് അബൂബക്കറാണ് എന്നാ പറഞ്ഞത് റളിയല്ലാഹു അൻഹു. അല്ലേ? അസർ കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞിരുന്നിട്ട് സ്വഹാബത്തിനോട് ചോദിക്കാട്, ഇന്ന് നോമ്പുള്ളവരുണ്ടോ? കുറേ ആൾക്കാർ ഞാനുണ്ട്. ഇന്ന് മയ്യത്ത് കുളിപ്പിച്ചവരോ മയ്യത്ത് പരിപാലിച്ചവരോ മയ്യത്ത് നമസ്കരിച്ചവരുമുണ്ടോ? അപ്പോൾ നേരത്തെ അത്രയും കഴിയില്ല, കുറച്ച് ആൾക്കാർ. മൂന്നാമത്തെ ചോദ്യം, ഇന്ന് രോഗിയെ സന്ദർശിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തവരുണ്ടോ? അപ്പോഴും കുറച്ച് ആൾക്കാർ. രണ്ടാമത്തെ അത്രയില്ല, ആൾ കുറഞ്ഞിങ്ങനെ വരിക. നാലാമത്തെ ചോദ്യം, ഇന്ന് സ്വതക്ക കൊടുക്കുകയും ചെയ്തവരുണ്ടോ? അപ്പോൾ ഒറ്റ ആളുള്ളൂ. ഈ ഒരാൾ ഈ 4 നേരവും കൈവന്നിച്ചിട്ടുണ്ട്. ഈ ഒരാൾക്ക് സുന്നത്ത് നോമ്പുണ്ട്. ഈ ഒരാളിന്ന് മരിച്ചെടുത്ത് പോയിട്ടുണ്ട്, മയ്യത്ത് പരിപാലിച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ പോയിട്ടുണ്ട്, തലിക്ക് പേൻ്റെ തസ്ബീത്ത് ചൊല്ലിയിട്ടാണ് തിരിച്ചു പോന്നിട്ടുള്ളത്. അയാൾ രോഗിയെ കാണാൻ പോയിട്ടുണ്ട്, ശുശ്രൂഷിച്ചിട്ടുണ്ട്, അയാൾ സ്വതക്കയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അൻതഫിൽ ജന്ന, സ്വർഗത്തിൽ പോകാനുള്ള വഴിയാണ് പറഞ്ഞത്. എങ്കിൽ അബൂബക്കർ ഉറപ്പിച്ചോ സ്വർഗത്തിലാണ്. പക്ഷെ മഹാനവറുകൾ പറഞ്ഞെന്തറിയോ, ഇലാഹി ലസ്തു ബിൽ ഫിർദൗസി അഖ്ല, പടച്ചോനൊരു വിചാരണ ഉണ്ട് എന്ന് പറഞ്ഞു പോയല്ലോ, ആ വിചാരണ കടന്നിട്ട് വേണ്ടേ പോകാൻ. എനിക്ക് എന്നെ കുറിച്ച് ഒരു പ്രതീക്ഷയില്ല. ഞാൻ ഇതിൻ്റെ മുകളിലാരാ? ഉമർ റളിയല്ലാഹു അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മുകളിൽ ഇനി ഒരൊറ്റ ആളേ ഉള്ളൂ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പറഞ്ഞെന്തറിയോ, ഞാനും പോകൂല. ഇല്ലാ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, റബ്ബിന്റെ കൃപാകടാശം കരുണാവാത്സല്യങ്ങൾ എന്നെ മൂടി പൊതിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു രക്ഷയില്ല. മുജാഹിദീങ്ങളുടെ വിചാരം എന്താ? എന്നെ കേൾക്കുന്ന ആൾക്കാരുടെ വിചാരം, എൻ്റെ വിചാരം എന്താ? പടച്ചോനെ ഞാൻ പോയില്ലെങ്കിൽ ഈ കൂട്ടത്തിൽ വേറെ ഒരാളും പോകൂലാണ്. അതന്നെയല്ലേ നിങ്ങളൊക്കെ വിചാരം. നമ്മുടെ നേതാക്കന്മാരുടെ വിചാരം നേരെ തിരിച്ചാ. ലൗ യഅലമുൽ മുഅ്മിനു മാ ഇൻദല്ലാഹി മിനൽ ഉഖൂബ, അടി കിട്ടുന്ന മേഖലകൾ ഏതൊക്കെയാണ് പടച്ചവൻ്റെ ഇരുന്ന് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊരു മുഅ്മിൻ ശരിക്കും മനസ്സിലാക്കിയിരുന്നെങ്കിൽ മാതമിയമിൻ ജന്നത്തി ഹാദ, സ്വർഗം അവൻ ആഗ്രഹം മോഹിക്കൂല. വലൗ യഅലമുൽ കാഫിർ, പിടിവിട്ട് ജീവിച്ചിരുന്ന ആളുകൾക്ക് മനസ്സിലായാൽ മാ ഇൻദല്ലാഹി മിനർ റഹ്മ, അള്ളാഹു അവർക്ക് നൽകാമെന്നേറ്റ കൃപയെ, കടാക്ഷത്തെ, വാത്സല്യത്തെ, ദയയെ, അനുഗ്രഹത്തെ, കാരുണ്യത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലായിരുന്നുവെങ്കിൽ മാ ഖനത മിൻ ജന്നതിഹി അഹദ, സ്വർഗം കിട്ടൂലാന്ന് അവർക്ക് ഒരാൾക്ക് ഒരു പേടിയുണ്ടാവൂല, ഒരു നിരാശയും വേണ്ടി വരില്ല. അവർക്കെല്ലാവർക്കും സ്വർഗം നൽകാൻ മാത്രം റഹ്മാനാണ് റബ്ബ്, ഗഫൂറാണ് റബ്ബ്, റഊഫാണ് റബ്ബ്, അഫൂവാണ് റബ്ബ്, കരീമാണ് റബ്ബ്. നോക്കാണി മക്കാനല്ലാഹു ഗഫൂറർ റഹീമാ. അതുകൊണ്ട് നിരാശരാവാതെ നന്മയിൽ മുന്നേറാൻ, വന്നുപോയ തിന്മകൾക്ക് മാപ്പ് ഇസ്തിഗ്ഫാർ നടത്തുന്ന മനസ്സും ശരീരവും നാവും ചുണ്ടും നിലനിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല അതേ വിഷയത്തേക്ക് വസയഖൂലുൽ മുഖല്ലഫൂന, ഹുദൈബിയയിലേക്ക് വരാൻ കൂട്ടാക്കാതെ പിന്തിരിഞ്ഞു നിന്നിരുന്ന മുഖല്ലഫുകൾ, പിന്തിരിഞ്ഞു നിന്നവർ പറയാൻ സാധ്യതയുണ്ട്, താങ്കൾ മക്കയിൽ ചെന്ന് ഇതെന്തലക്കത്തും, ഇനി നിങ്ങൾക്ക് പോകാൻ അവസരമുണ്ടായാൽ എവിടേക്ക്, ഇലാ മഗാനിമ, ഗനീമത്ത് ലഭിക്കുന്ന, യുദ്ധം മുതൽ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു യുദ്ധത്തിന് നിങ്ങൾ പോകാനിടയായാൽ ലിതഖുദൂഹ, അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നിയാൽ അവർ പറയും ദറൂന, പിടി ഒഴിവാക്കി തരുന്ന എത്തപ്പോഴും ഞങ്ങളുണ്ട് നിങ്ങളൊപ്പം എന്ന് പറയും. എന്താണ്? പോയാൽ അവിടുന്ന് മെച്ചണ്ട് തോന്നിയാൽ ഇവര് പോരും.
ഇവര് പോരും, അല്ലെങ്കിൽ മെച്ചുണ്ട് എന്ന് ഉറപ്പില്ലെങ്കിൽ പോരൂല. അപ്പൊ യുരീദൂന അവരെ വിചാരം എന്താണെന്നറിയ, ഇതാ വാചകം നല്ലോണം ഓർത്തോളിട്ടാ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്വത്ത് കിട്ടും, മുതൽ കിട്ടുമെന്ന് തോന്നുന്ന ഒരു യാത്രക്ക് നിങ്ങൾ തയ്യാറായാൽ ഒഴിവാക്കിയാലും അവർ പറയും ഞങ്ങളുണ്ട് നിങ്ങളൊപ്പം, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ ഒപ്പുണ്ടെന്ന് പറയും. അവർ വിചാരിക്കുന്നത് യുരീദൂൻ, അവർ വിചാരിക്കുന്നത് യുബദ്ദിലു മാറ്റം വരുത്താനാണ് കലാമല്ല, റബ്ബിന്റെ വാക്കിന് മാറ്റം വരുത്താന്ന പോലെ വിചാരം. എന്താ റബ്ബിന്റെ വാക്ക് എന്നറിയങ്ങൾ? അത് അവസാനം പറയും. എന്താണ്? ഖുൽ, താങ്കൾ അവരോട് തീർത്ത് പറഞ്ഞേക്ക്, നിങ്ങളൊരാവശ്യം പെടില്ല, ലൻ തത്തബിഊന, നിങ്ങളിനി ഒരു കാലത്ത് ഞങ്ങളുടെ കൂടെ വേണ്ട. ഉറപ്പിച്ച് പറഞ്ഞേക്ക്. ഈ സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ആടിക്കളിക്കുന്ന ഈമാനുള്ളവർ ഒരു മേഖലയിലും വിജയം നേടിത്തരികയില്ല എന്നർത്ഥം. ലൻ തത്തബിഊന, നിങ്ങൾ ഒരു കാലത്ത് ഞങ്ങളുടെ പിന്നാലെ പോരാൻ പാടില്ല, പോരേണ്ടതില്ല. കെദാലിക്കും ഖാലല്ലാഹു മിൻ ഖബിൽ, കെദാലിക്കും നിങ്ങളെക്കുറിച്ച് അങ്ങനെയാണ് ഖാലല്ലാഹു റബ്ബ് മിൻ ഖബിലും, മുമ്പ് തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇവരിനി ഇങ്ങനെ പറയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വേണ്ട, നിങ്ങൾ വേണ്ടാന്ന് എന്നോട് പറയുന്ന എൻ്റെ വിശ്വാസം. അല്ല, ആലോചിച്ച് നോക്കുക, ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നത് വിചാരിച്ചോളൂ. റസൂൽ നമ്മളൊരു മാർഗത്തിലേക്ക്, നമ്മുടെ സാഹചര്യം ഇത് തന്നെയാണെന്ന് വിചാരിച്ചോളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഒരു മാർഗത്തിലേക്ക് വിളിച്ചാൽ നമ്മളിപ്പോൾ എന്താ പറയാണ്ടാവുക? ഈ ഇടി വരും, മറ്റൊരു വരും, മറിച്ചൊരു വരും, അതുകൊണ്ട് ഞാനില്ല അല്ലേ. ഒരു കുഴപ്പമില്ലാത്തൊരു യാത്രയാണെങ്കിലോ ഞാണ്ട് യുരീദൂന യുബദ്ദിലു കലാമല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പോരരുത് എന്നും അവരെ കൂടെ കൂട്ടാൻ പറ്റൂല അത് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ വാക്കിന് മാറ്റം വരുത്താടാനാണ് അവരുടെ പരിപാടി. അവിടെ ഉറച്ചു പറഞ്ഞേക്ക് നിങ്ങൾ വേണ്ടതില്ല. അപ്പോൾ ഒരു പക്ഷേ അവർ പറഞ്ഞേക്കും അപ്പോൾ ഒരു പക്ഷെ അവർ പറഞ്ഞേക്കുമ്പോൾ തഹസുദൂന, ഞങ്ങൾക്ക് ഞങ്ങളോട് അസൂയാണ്, ഞങ്ങൾക്ക് വല്ലതും 10 രൂപേൻ്റെ മുതൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് ഞങ്ങൾക്ക് കിട്ടണത് അസൂയാണ്, അതുകൊണ്ടല്ലേ പോരട്ടാന്ന് പറഞ്ഞോന്ന് ചിലപ്പോൾ അവർ പറഞ്ഞു എന്ന് വരാം. എത്ര കൃത്യ നമ്മളെ മനസ്സിൻ്റെ വയര നോക്കാണ്. ബൽ, അതല്ല, കാനു അവർ ലാ യഫ്ഖഹൂനവർക്ക് കാര്യങ്ങൾ മനസ്സിലാവണില്ല, ഫിഖ്ഹില്ല, അവർക്ക് ഉൾക്കാഴ്ചയില്ല, തിരിച്ചറിവില്ല. ഇല്ല ഖലീല, കുറച്ചെന്തൊക്കെ കാര്യങ്ങൾ അറിയാന്നല്ലാതെ ദീനിനെ കുറിച്ച്, മരണത്തെക്കുറിച്ച്, വിശ്വാസ ജീവിതത്തെക്കുറിച്ച് അവർക്ക് കൃത്യമായ അറിവില്ലാത്തതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ആയിത്തീരുന്നത് മുഅ്മിനീങ്ങളെ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകാനുള്ളത് ഞാൻ ആദ്യം പറഞ്ഞെടുത്ത്, നമ്മൾ എന്താണോ ആവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മുടെ മനസ്സിലെ രഹസ്യങ്ങൾ അള്ളാഹു എടുത്ത് ഇങ്ങനെ പുറത്തേക്കിട്ട് തരുന്നു. ഈ റബ്ബിൻ്റെ മുമ്പിലേക്കാണ് നമ്മൾ ഓരോരുത്തരും ഉടുത്തുണി ഇല്ലാതെ, അരഞ്ഞാ ചരട് പോലും ഇല്ലാതെ പോയി നിൽക്കേണ്ടി വരിക. അങ്ങനെയല്ലേ? നമുക്ക് എന്ത് പറയാണ്ടാവും? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, മിണ്ടാൻ സമ്മതിക്കൂല, കയ്യും കാലമൊക്കെ സംസാരിക്കും. അങ്ങനെയല്ലേ പറഞ്ഞത് അല്ലേ? ഹാദാ യൗമുൽ ലാ യൻതിഖൂൻ, ഈ ദിനം ഒരു മനുഷ്യനെ മിണ്ടാൻ സമ്മതിക്കൂല. വലാ യുഅ്ദന ലഹും, മിണ്ടാൻ അനുവാദവും തരൂല. ഫയഅ്തദിറൂന, അപ്പങ്ങളെ നുണ പറഞ്ഞ് ഒഴിവ് കഴിവ് പറഞ്ഞ് കഴിച്ചിലാവും. എനിക്കിപ്പം തന്നെ അറിയാം അതുകൊണ്ട് മിണ്ടാൻ സമ്മതിക്കൂല. വേറൊരായത്തിൽ കാണാം, യഹ്ലിഫൂന ലഹു കമാ യഹ്ലിഫൂന ലക്കും, നിങ്ങളോട് കള്ളസത്യം ചെയ്ത് ശീലിച്ച് അത് റബ്ബിനോടും അവർ വിചാരണ വേളയിൽ കള്ളസത്യം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ യഹ്സബൂന അന്നഹും അലാ ശൈഇൻ, എല്ലാം കേട്ട് റബ്ബ് ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ അവർ വിചാരിക്കും ഏറ്റു, സംഗതി ഏറ്റിക്കണം, നമ്മൾ കഴിച്ചിലായി. അപ്പം അല്ല പറയാനേ, അലാ ഇന്നഹും ഹുമുൽ കാദിബൂൻ, ഈ ചെങ്ങായി പച്ച നുണയാണല്ലോ ഈ പറയണത് എന്ന് ആലോചിച്ചിട്ട് ഇരിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഒരു രക്ഷയുണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ചോ, ഒരു രക്ഷയുണ്ടാവില്ല. വത്തഖൂ യൗമൻ ലാ യജ്ദി നഫ്സുൻ അൻ നഫ്സിൻ ശൈഅ വലാ യുഖ്ബലു മിൻഹാ ശഫാഅ,
വലാ യൂഖദു മിൻഹാ അദ്ൽ വലാ ഹും യുൻസറൂൻ. ഒരു സഹായം ഉണ്ടാവില്ല, ഒരു സാധനം പകരം കൊടുക്കാൻ പറ്റില്ല, ഒരു റെക്കമെൻഡ് എവിടുന്നും കിട്ടൂല, ഒരാളും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. ലാ സുർഫ വല അദ്ല വല ദിർഹമ വല ദീനാർന. നിങ്ങളുടെ ദിർഹമ കൊണ്ടോ ദീനാറ് കൊണ്ടോ പകരം കൊടുക്കൽ കൊണ്ടോ ജാമ്യ വ്യവസ്ഥകളോ ഒന്നും നടക്കാത്ത ഒരു ദിവസത്തേക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തിക്കൊള്ളുക ദുനിയാവിൽ എന്നാണ് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞത്. അത് ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അറാബികളുടെ സ്വഭാവത്തെ അള്ളാഹു ഇത്ര കൃത്യമായി വിശദീകരിക്കുന്നതിലൂടെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ കഴിവ് എല്ലാ കാലത്തും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ മനസ്സും ഇതുപോലെ വായിക്കപ്പെടുന്നു, എഴുതപ്പെടുന്നു, രേഖപ്പെടുത്തപ്പെടുന്നു. അതൊരു നാൾ നമ്മുടെ മുമ്പിൽ ഹാജരാക്കപ്പെടും. അന്ന് അപമാനിതരാവാതിരിക്കണമെങ്കിൽ ഇവിടെ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വസ്സല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും.